സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 12 ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച് കളക്ടർമാർ. അവസാനമായി ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം വിളിച്ച മുഖ്യമന്ത്രി. ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, ഇന്ന് സംസ്ഥാനമൊട്ടാകെയുള്ള മഴയുടെ സാഹചര്യം, ഒപ്പം ഈ മഴയുടെ സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെ യോഗം ഓൺലൈനായി വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. 10 മണിക്കാണ് യോഗമെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ആര്യ, ഏതായാലും സംസ്ഥാനത്ത് ഇന്നും ശക്തമായത് മുതൽ അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്. 12 ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ പോലും പല ജില്ലകളിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ മഴ തുടരും എന്നുള്ളത് തന്നെയാണ്, ഇന്ന് മുഴുവനായി തന്നെ തുടരും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പുതുക്കിയ അലർട്ടുകൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരുന്നതായിരിക്കും. അതിൽ പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് ആകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കടൽ പ്രക്ഷുബ്ധമായി തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് മലയോര മേഖലയ്ക്കും തീരദേശ മേഖലയ്ക്കും ഒരുപോലെ തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലേതായാലും ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, വിലയിരുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ ജില്ലാ കളക്ടർമാരുടെ ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിക്കായിരിക്കും ഓൺലൈനായി ഈ യോഗം ചേരുക. ജില്ലാ കളക്ടർമാർക്ക് പുറമെ റവന്യൂ വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും യോഗം ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ തന്നെ പല ജില്ലകളിലും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അതിൽ അതാത് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ആര്യ, തീർച്ചയായും ഇപ്പോൾ പല ജില്ലയിലെയും ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്ന ഏറ്റവും വലിയ പരാതി, ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയ ഏകോപനക്കുറവ് ആ വിഷയത്തിലടക്കം ഉണ്ടായി എന്നാണ്. തീർച്ചയായും നമുക്ക് അത് തന്നെയാണ് പല ക്യാമ്പുകളിലും, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും എത്തുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ അലർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങളോട് വേണ്ട ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം അത് ആ രീതിയിൽ തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓരോ ദുരിതാശ്വാസ ക്യാമ്പിലും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിൽ നിന്നായി ഈ പരാതി അടക്കം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആര്യ, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.